കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാർക്കെല്ലാം കഥകൾ ഇഷ്ടമാവുന്നില്ലേ? ആദ്യമായി കഥ കേൾക്കാൻ വന്നവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മാവനുണ്ടായ അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി ഞാനിവിടെ വിവരിക്കട്ടെ. ഇനി കഥ പറയുന്നത് അദ്ദേഹമാണ്. കഥയിലേക്ക്. യാത്രകൾ എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. മിക്ക യാത്രയിലും ഞാൻ മക്കളെയും കൂടി കൂട്ടാറുണ്ട്. കുട്ടികൾക്ക് ലോകത്തെ കാണാനും മനസ്സിലാക്കുവാനും യാത്രകൾ സഹായിക്കും. വർഷത്തിൽ 2-3 പ്രാവശ്യം മൂന്നാർ പോകാറുണ്ട്. പാഞ്ചാലിമേടും കുമളിയും കട്ടപ്പനയുമൊക്കെ കറങ്ങിയാണ് യാത്ര. കഴിഞ്ഞ മെയ് 14 ഞങ്ങൾ 3 പേരും കൂടി മൂന്നാർ പോകുവാൻ തീരുമാനിച്ചു. മുണ്ടക്കയത്തുള്ള എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ അല്പം താമസിച്ചു പോയി. വൈകുന്നേരം 6:30 കട്ടപ്പനയിലെത്തി. ഞങ്ങൾ യാത്രാക്ഷീണം കൊണ്ട് മക്കൾ ചെറിയ ഉറക്കത്തിലായി. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കട്ടപ്പനയിൽ നിന്നും ഇരട്ടിയാറിലേക്കാണ്. സന്ധ്യ ഇരുട്ടിത്തുടങ്ങി. ഞങ്ങൾ 2003 മോഡൽ വാഗണാർ കാറിലാണ് പോകുന്നത്. റോഡിൽ വാഹനങ്ങൾ കുറവാണ്. കുറച്ചു മുൻപ് മഴ പെയ്തു തോർന്ന അന്തരീക്ഷം. കാറിന് മുൻപിൽ ഒരു സ്ത്രീയും അവരുടെ 8 വയസ്സ് തോന്നിക്കുന്ന ഒരു മകളും സ്കൂട്ടറിൽ പോകുന്നു. വളരെ ശാലീനമായ മുഖമുള്ള കുട്ടി. നെറ്റിയിൽ അവളുടെ മുടി പാറിക്കിടക്കുന്നു. ഇടയ്ക്ക് അവൾ എന്നെ നോക്കി ചിരിക്കുന്നുമുണ്ട്. ചിരിക്കുന്ന കണ്ണുകളില്ലേ, അതേപോലെ. ഞങ്ങൾ 2 പേരും വേഗത കുറച്ചാണ് പോകുന്നത്. ആ കുട്ടിയോട് എനിക്കെന്തോ ഒരു വാത്സല്യം തോന്നി. ഞാൻ റോഡ് സൈഡിൽ നോക്കുമ്പോൾ വീടുകൾ കുറവാണ്. നന്നായി ഇരുട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് അവരെ ഓവർടേക്ക് ചെയ്തു പോകുന്നത് നല്ലതല്ല എന്ന് എനിക്ക് തോന്നി. എന്തെങ്കിലും അപായമുണ്ടാകുമോ എന്ന് ഞാൻ ഭയന്നു. സ്കൂട്ടറിൽ പോകുന്ന അമ്മയും മകളും അടുത്തുള്ളവരാകാമെന്ന് എനിക്ക് തോന്നി. ആ സമയം ആ കുട്ടിയുടെ മുഖഭാവം കണ്ടപ്പോൾ എന്തോ എന്നോടൊരു താങ്ക്സ് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. മുടി കെട്ടിയിരുന്ന ഒരു നീല റിബൺ അവൾ വിരലിൽ കെട്ടി വീശിക്കൊണ്ടു പോകുന്നു. ആ കുട്ടിയുടെ അമ്മ അവൾ സ്കൂട്ടറിന് പിന്നിൽ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നേയില്ല എന്ന് എനിക്ക് തോന്നി. ആ നിമിഷം തന്നെ അവൾ അമ്മയെ മുറുകി പിടിച്ചു. ഞാൻ അവളോട് പറഞ്ഞിട്ട് ചെയ്ത പോലെ. യാത്ര പോകുമ്പോൾ റോഡരികിൽ കാണുന്ന പള്ളികളിൽ ഞാൻ പൈസ ഇടാറുണ്ട്. അവിടെ കണ്ട ഒരു ചെറിയ പള്ളിയുടെ കാണിക്ക വഞ്ചിയിൽ ഞാൻ പൈസ ഇട്ട് ഉടനെ തന്നെ യാത്രയും തുടങ്ങി. അപ്പോൾ ആ സ്കൂട്ടർ എൻ്റെ കൺമുന്നിൽ നിന്നും മറഞ്ഞിരുന്നു. ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ആ സ്കൂട്ടർ ഓടിച്ച സ്ത്രീ ഒരു ചെറിയ ജംഗ്ഷനിൽ സ്കൂട്ടർ നിർത്തി ഒരു കടക്കാരനോട് നിന്ന് സംസാരിക്കുന്നത് കണ്ട് ഞാനപ്പോൾ കാർ നിർത്തി. മക്കൾക്ക് ഒരു കേക്കും കുറച്ച് മിഠായിയും അവിടെ നിന്നും വാങ്ങി. കൂട്ടത്തിൽ ആ കുട്ടിക്കും കുറച്ച് മിഠായി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ സ്ത്രീയുടെ അടുത്ത് ചെന്നു. മോൾക്ക് ഈ മിഠായി കൊടുക്കൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർ എന്നെ സൂക്ഷിച്ചു നോക്കി. ഏത് കുട്ടി എന്നവർ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മേഡത്തിൻ്റെ സ്കൂട്ടറിലിരുന്ന ആ കുട്ടിയില്ലേ? ഇത് കേട്ടതോടെ അവർ തേങ്ങിക്കരയുവാൻ തുടങ്ങി. അവരുടെ ഭർത്താവാണ് ആ കടക്കാരൻ. അയാൾ എന്നോട് കാര്യങ്ങൾ തിരക്കി. ആ സമയം അത്രയും നേരം സ്ത്രീ കടയിൽ ഇരുന്ന് കരയുകയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. 4 വർഷം മുൻപ്
തേനിയിൽ വെച്ച് അവരുടെ 10 വയസ്സുള്ള മകൾ കാർ അപകടത്തിൽ മരിച്ചു എന്ന്. എനിക്ക് വിശ്വസിക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും തൻ്റെ മകൾ കൂടെയുള്ളതായി തോന്നിയിട്ടുണ്ട് എന്ന്. ഒരമ്മയുടെ സ്നേഹം കൊണ്ടുള്ള തോന്നലായിട്ടേ എല്ലാവരും അതിനെ കണ്ടുള്ളൂ. ഇപ്പോൾ അവർക്കത് സത്യമാണെന്ന് വിശ്വസിക്കുവാനാണ് ഇഷ്ടം. എന്തായാലും ഞാൻ ശരിക്കും കണ്ടതാണ് ആ പെൺകുട്ടിയെ. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.